6 ടീമുകളും കുട്ടികളെ ചേർക്കാൻ നോക്കിയിട്ട് 50ഉം 100ഉം കുട്ടികൾ മാത്രമാണ് എല്ലാ ക്ലബിനും കിട്ടിയത്. കണ്ണൂരിന് മാത്രം 350 കുട്ടികളാണ് കണ്ണൂരിൽ കിട്ടിയത്. നമ്മൾ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയിലേക്കും പ്രിവെൻറ്റീവ് ഹെൽത്ത് എന്നുള്ള കൺസെപ്റ്റിലേക്കും കാര്യമായി ചിന്തിച്ചിരിക്കുന്ന ലോകത്ത് തന്നെയാണുള്ളത്. ഇതും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ലോകത്ത് പല ചെറിയ ചെറിയ രാജ്യങ്ങളും അറിയപ്പെടുന്നത് ഫുട്ബോളിലൂടെയാണ്. അവരുടെ ഒരു കളിക്കാരൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആ രാജ്യം തന്നെ അറിയപ്പെടുന്നത്. നമുക്കിവിടെ ഈ കളരിയുണ്ട് ഇല്ലേ? ആ കളരി നമ്മളിവിടെ കൊണ്ടു നടന്നൊരു ലോകാത്ഭുതമായിട്ട് ഇവിടെ പരിപാടികൾ നടന്നുണ്ട്. എത്രമാത്രം ജനങ്ങളത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു സാധ്യത? ഈ കായെക്കുറിച്ചാണല്ലോ നമ്മൾ കായൽ നിന്നല്ലേ തുടങ്ങുന്നത്. കായൽ മാതൃഭൂമി കായ എടുത്തപ്പോൾ കണ്ണൂരിനും കായുണ്ട്. അതിലൊന്ന് ഫസ്റ്റ് കായാണ് കളരി, പിന്നെ ഒന്ന് പറഞ്ഞാൽ കണ്ടൽക്കാട്, പിന്നെ ഒന്ന് കള്ള്. ഇത് 3 കായൽ തുടങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ഈ കളരി എന്ന് പറയുന്ന 5000 വർഷം പഴക്കമുള്ളൊരു കലാരൂപമാണ്. അത് നമ്മുടെ ഇവിടുത്തെ എല്ലാ തറവാടുകളിലും ഉണ്ട്. ഈ നമ്മുടെ കൂടാളി താഴത്തെ വീട്, അതുപോലെ എല്ലാ തറവാടുകളിലും എല്ലാ ക്ഷേത്രങ്ങളും കളരി ഉണ്ടായിരുന്നു. ഈ കളരി എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം രാജരാജേശ്വരൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ പണ്ടൊരു പൊളിഞ്ഞൊരു കളരിയുണ്ട്. ഈ കളരി വാരിയേഴ്സിനെ റെഡിയാക്കി വന്നിട്ടാണ് ഈ എന്തിനാ വലിയ മതിലുകൾ അമ്പലങ്ങൾക്ക്. പഴയകാല പ്രൊട്ടക്ഷൻ ആയിരുന്നു. കളരി വാരിയേഴ്സ് ആയിരുന്നു ഇതിന് ഇവരെ ഈ ആക്രമണങ്ങളൊക്കെ പഴയ കാലത്ത് പറഞ്ഞല്ലോ, ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം, അങ്ങനെ പല ആക്രമണങ്ങളെയും നേരിട്ട് ഈ കളരി വാരിയേഴ്സ് ഈ തറവാടുകളെ സംരക്ഷിച്ചവരായിരുന്നു. താഴത്തെ വീട്ടിൽ ഈ ടിപ്പു സുൽത്താൻ വരുന്ന സമയത്ത് താഴത്തെ വീട്ടിലെ കളരിയിൽ വെച്ചിട്ട് ഈ ഇരിട്ടിയിലെത്തിയപ്പോൾ അവിടെ നിന്നൊരു മെസ്സേജ് കൊടുത്തിട്ട് അവരെ കാര്യസ്ഥനെ വിളിച്ച് കൊണ്ടുവന്ന് കൈ വെട്ടിയിട്ട് പോയിട്ട് കാരണവരോട് പോയിട്ട് പറയൂ ഞങ്ങൾ വരികയാണ്, നാളെ എല്ലാം റെഡിയായി നിന്നോളാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അവിടെ തറവാട്ടിൽ നിന്ന് മുഴുവൻ ആളെ ഒഴിപ്പിച്ചിട്ട് കളരി ദേവതയുടെ മുമ്പിൽ പോയിട്ട് കളരി ദേവതയെ തൊഴുതിട്ട് ആളാടെന്ന് ആത്മാഹുതി ചെയ്തു എന്നാണ് പറഞ്ഞു. ഈ ടിപ്പു സുൽത്താൻ വരുമ്പോഴേക്ക് ആ തറവാട് കത്തിക്കാനുണ്ട്, അവിടെ ആൾക്കാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കളരി അവിടെ എല്ലാ തറവാടുകളിലും കളരി ഉണ്ടായിരുന്നു, കളരി യോദ്ധാക്കളായിരുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ എന്താ കളരിയുടെ പ്രസക്തി? നമുക്കിവിടെ 100 കണക്കിന് ഫോറിനേഴ്സാണ് ഇവിടെ വരുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഈ കളരി പഠിച്ചിട്ട് അവർ പുറത്ത് യൂറോപ്പിലടക്കം പോയിട്ട് അവർ കളരി ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ വരുന്നു. ഇപ്പം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ, ആയുർവേദത്തെ കുറിച്ചു. ആയുർവേദത്തിനേക്കാളും പുരാതനമായൊരു കളരി ചികിത്സാ സമ്പ്രദായമുണ്ട്. ഈ ഉഴിച്ചൽ പറഞ്ഞില്ലേ 14 ദിവസത്തെ ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് കളരി ചികിത്സാ സമ്പ്രദായമാണ്. ഇപ്പം നമുക്കിപ്പം നിരൂപ് പിണങ്ങോ അറിയില്ല, നമ്മൾക്കിപ്പോൾ ഈ ഓർത്തോയിലൊക്കെ ഈ 1.5 മാസം 2 മാസമൊക്കെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതൊക്കെ ഇവർ 2 ആഴ്ച കൊണ്ടൊക്കെ ഒരു കുറച്ച് പച്ചമരുന്നൊക്കെ ഇട്ടിരുന്ന സമ്പ്രദായമൊക്കെ ഉണ്ട്. അത് അപകടത്തിലേക്കും പോകും, ശാസ്ത്രീയമാണോ അല്ല പറയുന്നു, അങ്ങനെ പോയ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഈ റിജുവിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എല്ലാവരും ഈ 14 days കളരി. ഇപ്പം ആയുർവേദം എന്ന് പറയുന്നു, ആയുർവേദം നമ്മളിപ്പം കോട്ടക്കലാണ് ഏറ്റവും ആയുർവേദത്തിൻ്റെ ക്യാപിറ്റൽ പറഞ്ഞത്. ഇടൂഴി നമ്പൂതിരിപ്പാട് 400 വർഷം പഴക്കമുള്ള നമ്മുടെ മയില രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ട്രീറ്റ്മെന്റ് ഗ്രൂപ്പിലുണ്ട്. അവർ അവാർഡൊക്കെ കിട്ടിയ വള്ളത്തോളൊക്കെ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് നടത്തി. EMSും വള്ളത്തോളും അതുപോലെയുള്ള പല പ്രഗത്ഭരും വന്ന സ്ഥലമാണിത്. ഈ കളരിയുടെ ഞങ്ങളിപ്പം കളരി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഈ മൊബൈലിൻ്റെ കാലഘട്ടമാണ്, MDMന് അവർ അഡിക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളെ കളരി യോദ്ധാക്കളാക്കി മാറ്റുക. കളരി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ അവർ ഒരു 3 മാസം കൊണ്ട് അവർ വലിയ അഭ്യാസികളായിട്ട് മാറും. അവർ ക്ലാസ്സിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് അവരെ കോൺസെൻട്രേഷൻ കൂടും. അവർ ഇതുപോലെയുള്ള ചെറിയ പ്രോഗ്രാംസൊക്കെ സ്കൂളിൽ വെക്കുമ്പോൾ ഇവരെ മലക്കം മറിച്ചലും ആയുധങ്ങൾ ഉപയോഗിക്കലും ഒക്കെ ചെയ്തിട്ട് അവരൊരു ഹീറോ ആയിട്ട് മാറും. കുട്ടികൾ ആ രീതിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവർക്കൊരു സെൽഫായിട്ട്, നമുക്ക് ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർ വൈകുന്നേരം പോയി ബർഗർ കടയിൽ പോയിട്ട് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ നമ്മുടെ ഇവിടെ കളരി. ഇപ്പോൾ ഈ കളരിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ 101 കളരികൾ കണ്ണൂർ ജില്ലയിൽ മാത്രം രജിസ്റ്റേർഡ് കളരിയുണ്ട്. പക്ഷേ കളരി പെർഫോമൻസ് കാണുന്ന ഒരു ഫോറിനർ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറയും. അവർക്ക് ഒരു പെർഫോമൻസ് തിയേറ്റർ ഇല്ല. ഈ യോദ്ധാക്കളെ കുട്ടികളെ ട്രെയിൻ ചെയ്ത കുട്ടികളെ അറേഞ്ച് ചെയ്യുന്ന ടൈം വേണം. അതിന് പകരം ഞങ്ങളിപ്പം 365 ഡേയ്സും പെർഫോം ചെയ്യുന്ന ഒരു കളരി പെർഫോമൻസ് തിയേറ്റർ നമ്മളിപ്പം എടച്ചോവയിൽ
ഈ കളരി അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുകയാണ്. ഒരു കുഴിക്കളരി വെച്ച് ഗാലറി സൗകര്യമുള്ള കളരി കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷോ ഉണ്ട്. ഈ ബാലിയിലൊക്കെ പോയ ബെറോങ് ഡാൻസ് അവരുടെ കലാരൂപങ്ങളൊക്കെ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് അവിടെ കാണിച്ചുകൊണ്ടിരിക്കും. അതിന് ക്യൂ ആണ്. അതുപോലെ നമ്മൾ ഈ കളരി കാണാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സ് വരും. എന്നുവെച്ചാൽ ഒരു 45 മിനിറ്റ് 1 മണിക്കൂറുകളുണ്ട് അവർ വേറൊരു മായാലോകത്തിലോട്ട് എത്തിക്കാൻ പറ്റുന്നതാണ് ഈ കളരി പെർഫോമൻസ്. നമ്മളിൽ പലരും കളരി കണ്ടിട്ടുണ്ടാവില്ല. ഈ കളരികളെ നമ്മൾ ഈ ഇങ്ങനെ കുട്ടികൾക്ക് ഇപ്പോൾ വൈകുന്നേരം പോയിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപ 2000 രൂപ പോക്കറ്റ് മണി കിട്ടും. അവർ വീക്കെൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഈ കളരിയിലൂടെ ചെയ്യാൻ പറ്റും. അവർ നല്ല ഹെൽത്തിയുള്ള നല്ല സൊസൈറ്റിയെ വാർത്തെടുക്കാൻ വേണ്ടി അങ്ങനെയാണ് നമ്മൾ 501 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ പോലീസ് മൈതാനയിൽ ഈ ഒരു 10-25 കളരിക്കാരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു മെഗാ കളരി ഫൈറ്റ് ഷോ നടത്തി നമ്മൾ. അത് ഭയങ്കര സക്സസ് ആയിരുന്നു. ഞങ്ങളിത് ഇനി 1001 ആൾക്കാരെ വെച്ചിട്ട് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുകയാണ്. 1001 പേര് പങ്കെടുക്കുന്ന ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വലിയൊരു ഇപ്പം ഫുട്ബോൾ പറയുന്ന പോലെ തന്നെ ഫുട്ബോളിൻ്റെ ഈറ്റിലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്, കളരിയുടെ ഈറ്റിലമാണ്. അതേപോലെ തന്നെ കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത് നമുക്കിപ്പം കേരളത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു വീട് കാണാൻ സ്ഥലം ഉണ്ടാവില്ല, ഒരു തെങ്ങ് കാണാൻ സ്ഥലം ഉണ്ടാവില്ല. പക്ഷേ കുപ്പം പുഴയിൽ കുപ്പത്ത് നിന്ന് പഴയങ്ങാടി വരെ നിങ്ങൾ ആരെയും പോയിട്ടുണ്ടെങ്കിൽ അവിടെ തെങ്ങും വീടും കാണാതെ വെറും കണ്ടൽ മാത്രം, കല്ലൻ പൊക്കുടൻ എന്ന് പറയുന്ന മനുഷ്യൻ നട്ടുപിടിപ്പിച്ചാണ് കുറേയൊക്കെ. അദ്ദേഹം പണ്ട് ഈ കണ്ടൽ എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയേണ്ട സാധനമാണ്, നമുക്ക് ആർക്കും ആവശ്യമില്ല സാധനമാണ്. ഇപ്പോഴത് ഉണ്ടല്ലോ, അത് വലിയ വാല്യുബിളായ സാധനമാണ്. ഒരു പ്രദേശത്ത് കണ്ടലുണ്ടെങ്കിൽ അവിടെ ടൂറിസം ആയി എന്നാണ് അർത്ഥം. അവിടെ മൈഗ്രേറ്റീവ് ബേർഡ്സ് വരും, ഫിഷിൻ്റെ നല്ലൊരു താവളമായിട്ട് മാറും, അതിൻ്റെ ബ്രീഡിങ് സെൻ്ററായിട്ട് മാറും. ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടലുകൾ തൊടാൻ പാടില്ല. ഈ കണ്ടലുകളാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ടൂറിസം പ്രോഡക്റ്റ്. അതുപോലെ കള്ള് ചത്ത് എന്ന് പറയുന്നത്, ടോഡി ടാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ടോഡി ടാപ്പിങ്ങിന് ആൾക്കാരെ കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ പല ഈ കള്ള് ചത്ത് തൊഴിലാളികൾ സംഘങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കയറ്റുന്നത് എന്ന് വെച്ചാൽ ഈ കള്ള് ചത്തുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാട്രിമോണിയൽ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ അവർ 40,000-50,000 രൂപയാണ് രാവിലെ 1 മണിക്കൂറും വൈകുന്നേരം 1 മണിക്കൂറേ ജോലിയുള്ളൂ. ഇവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവരുടെ മക്കളൊക്കെ ഇപ്പോൾ IT ആയിട്ട് ബാംഗ്ലൂർ പോയി 25,000-30,000 രൂപയ്ക്ക് ജോലി ചെയ്യുമ്പോൾ ഇവർക്ക് 40,000-50,000 പൈസ കിട്ടും. അവരുടെ മാത്രമല്ല, അവർ ഈ നിങ്ങൾ നോക്കി ഈ ചെത്തുകാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ബോഡി കഴി കഴിഞ്ഞാലോ എത്ര പൈസ ലാഭമാണ്, ഫിറ്റായിരിക്കും. ഇവരെ മക്കളും അച്ഛനും മകനും കൂടി പോകുമ്പോൾ മകന് വയറൊക്കെ ചാടിയിട്ടുണ്ടാവും. അത്രയും ഫിറ്റായിട്ടുള്ള ഈ ടോഡി ടാപ്പിംഗ് നമ്മളിവിടെ വലിയ ടൂറിസം പ്രോഡക്റ്റ് ആക്കുക. കള്ള് ഷാപ്പുകളായിരിക്കും ഏറ്റവും വലിയ നല്ല ഭക്ഷണം. കള്ള് കുടിക്കാൻ വേണ്ടി മാത്രം വരുന്നവരല്ല. അവിടുത്തെ നമ്മുടെ ഈ ഫിഷ് ഉണ്ടല്ലോ, ഈ പുഴ മത്സ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പുഴ മത്സ്യത്തിൻ്റെ ഒരു കേദാരമാണ് നമ്മുടെ ഈ വളവട്ടം പുഴയ്ക്ക്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ പുഴ മത്സ്യം അവിടെ പിടിക്കുമ്പോൾ പിടിക്കുന്നതിന് 1 കിലോന് 100 രൂപ 200 രൂപ കിട്ടും മാക്സിമം. അപ്പോൾ അത് ചിലപ്പോൾ കണ്ണൂരിലെ ഒരു ഹോട്ടലിൽ വന്നിട്ട് റാന്തലിൽ വന്നിട്ട് നമ്മൾ 1000 രൂപയോ 1500 രൂപയോ 1 കിലോന് കൊടുത്ത് കഴിക്കും. അപ്പം ഞങ്ങൾ അവിടെ ഈ കള്ള് ഷാപ്പുകളിലും അവിടുത്തെ ഈ പുഴത്തീരങ്ങളിലും ഈ പുഴ മത്സ്യവും കള്ളും ഒരു കോമ്പിനേഷനാക്കി മാറ്റിക്കൊണ്ട് അതിന് ഏറ്റവും വലിയൊരു ടൂറിസം പ്രോഡക്റ്റ്. പിന്നെ നമ്മളെ ഭക്ഷണമാണ്. ഈ തലശ്ശേരി ഭക്ഷണത്തിൻ്റെ നവാസ് മേത്ര ഇവിടെ ഉണ്ട്. തലശ്ശേരി നമ്മുടെ ഏറ്റവും ഈ നേരത്തെ ആരോ സാർ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിച്ചോ, ആദ്യം ചോദിക്കുക ഭക്ഷണം കഴിച്ചോ എന്നാണ് ചോദിക്കുക. നിങ്ങൾ ആരാണെന്ന് ചോദിക്കില്ല. വരുന്ന ഒരു അതിഥിയോട് ചോദിക്കുക ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ടാണ് സ്വീകരിക്കുക. അപ്പോൾ ഇവിടെ തക്കാരം എന്ന് പറയുന്ന ഈ സൽക്കാരം എന്ന് പറഞ്ഞാൽ മലബാറുകാരുടെ ഏറ്റവും അതിൽ കിട്ടുന്ന ഒരു ആനന്ദം ഭയങ്കരമാണത്. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ ഈ ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് ഈ വടക്കോട്ട് പോകുന്തോറും ഈ ഹോസ്പിറ്റാലിറ്റിയുടെ, പക്ഷെ അതിന് നമുക്ക് അത് മോണിറ്റർ, അതിന് ഒരു മണിയുടെ ആംഗിൾ നമ്മൾ കാണില്ല. നമ്മൾ വീട്ടിൽ വന്ന് ഒരാൾ ഭക്ഷണം കഴിച്ചവരോട് പൈസ വാങ്ങിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ ഒരാഴ്ച വന്ന് താമസിച്ചവരോട് ഒരു ഹോം സ്റ്റേ പറഞ്ഞ ഒരു റെൻറ്റ് വാങ്ങിക്കുക. ഇത് നമുക്ക് വലിയ ഹോം സ്റ്റേയുടെ ഒരു സാധ്യതയില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ 3 റൂം ഉണ്ടെങ്കിൽ ഞാനും ഭാര്യ മാത്രമാണ് വീട്ടിലുള്ളതെങ്കിൽ അതെങ്ങനെ പ്രയോജനപ്പെടുത്താം? ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഇപ്പം ഹോം സ്റ്റേ ഒരു വീട്ടിൽ ഇപ്പം നമ്മൾ അതാണ് പറയുന്നത്. നേരത്തെ കള്ളി എത്തിന് ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ യങ് ജനറേഷനോട് പറയുന്നത് നിങ്ങൾ ചെത്തുകാരൻ എന്നുള്ള രീതി അറിയപ്പെടേണ്ട, നിങ്ങളൊരു ടൂറിസം എൻ്റർപ്രിനറായിട്ട് മാറുക. നിങ്ങളുടെ വീടുകളിലെ ഒരു റൂം
Yes. നിങ്ങൾ താമസിക്കുന്നതിന് ഉപയോഗിക്കാത്തൊരു വീട്, അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കാത്ത റൂം, അല്ലെങ്കിൽ ഒരു റൂം അഡീഷണൽ ആയി എടുത്തുകൊണ്ട് അവിടെ കുറച്ച് ഭംഗിയായിട്ട് വിട്രിഫൈഡ് ടൈലും ഒരു ഫാൾ സീലിംഗ് ഒക്കെ കൊടുത്ത് ഒരു ഹോട്ട് വാട്ടർ സർവീസ്, ഒരു വൃത്തിയുള്ളൊരു ടോയ്ലറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒരു ഹോം സ്റ്റേ. ഇത് ഇവിടെ നമ്മളെ ഹാരിസ് ഖാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, ചുരിദാർ കട നടത്തിയ ഇവിടെയുള്ളൊരു മനുഷ്യനാണ്. അയാൾ ആദ്യ കടലായിൽ 2 മുറി തൊട്ട് തുടങ്ങിയിരിക്കുകയാണ്. അയാൾ ഇപ്പം 18 മുറികളുള്ള 2-3 യൂണിറ്റുകളായിട്ട് ആദ്യ കടലായി കടപ്പുറത്ത് വയ്ക്കുകയാണ്. അവിടെ ഇപ്പം പറയുന്നത് എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. ഫോറിനേഴ്സ് മാത്രമാണ് അവിടെ വരിക. ഫോറിനേഴ്സിനെ അവരെന്താ ചോദിച്ചാൽ അവർ നല്ല വലിയ ബെഡ്റൂം ഒന്നുമല്ല. മധു, ഈ ഹാരിസ്ക പറഞ്ഞിട്ട് അതിന്റെ തൊട്ടപ്പുറത്തൊരു പ്രോപ്പർട്ടി ഞാനടക്കം ചേർന്നിട്ട് ഇപ്പം എടുത്തിട്ട് അദ്ദേഹം തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഭയങ്കര സാധ്യതയുള്ളതാണ്. നമ്മുടെ ഈ പുഴക്കരയിലും ഈ കടൽക്കരയിലും നിങ്ങളൊരു ചെറിയ വീടോ പ്രോപ്പർട്ടിയോ ഉണ്ടെങ്കിൽ അതിന് ഹോം സ്റ്റേ ആക്കി ഒരു മുറി മാറ്റി വെക്ക്. അതിന് ട്രെയിനിങ് കൊടുക്കാൻ ഇപ്പം DTPC അതിന് ട്രെയിനിങ് കൊടുക്കും, നിങ്ങൾക്ക് ലൈസൻസ് തരും. നിങ്ങൾക്ക് അത് ഇതുപോലെയുള്ള ആൾക്കാർ ഈ ഹാറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഹോം സ്റ്റേ അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് ഹാരിസ് ഖാൻ. അവിടെ ഉത്തരവാദിത്ത ടൂറിസം, റെസ്പോൺസിബിൾ ടൂറിസം. അവിടെ എന്താ അദ്ദേഹം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ് കയറാൻ പഠിപ്പിക്കും, ചക്ക പിളന്നിട്ട് കറി വെക്കാൻ ഉണ്ടാക്കും, പുട്ടുണ്ടാക്കുന്ന കാണിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉത്തരവാദിത്ത റെസ്പോൺസിബിൾ ടൂറിസം. നാട്ടുകളിലെ വീടുകളിൽ പോയിട്ട് പശുവിനെ ആടിനെ കറക്കും, ഉണ്ണിയപ്പം ഉണ്ടാക്കും. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ തീരെ തൊട്ടാവാടി പരിചയപ്പെടുത്തുക. ടച്ച് മീ നോട്ട് എന്ന് പറയുന്നത് അത് അതിൻ്റെ മുമ്പിൽ ഇവർ സായിപ്പ് പോയി തുമ്പപ്പൂ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ ഇവിടെ നടക്കുന്നത് നമ്മളറിയാതെ സൈലൻ്റ്. അവിടെ കളരിയും വരുന്നുണ്ട്. ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിന് ഒരു അനന്തമായ സാധ്യതകളുള്ള മേഖലയാണ് ടൂറിസം. അപ്പോൾ നമ്മൾ നിസ്സാരമായി കാണുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും, നമ്മളൊരു പശുവിനെ കറക്കുന്ന ഒരു വലിയ ടൂറിസം ആക്ടിവിറ്റിയാണ്. അത് നമ്മൾക്കത് വലിയൊരു കാര്യമായിരിക്കില്ല. നമുക്കൊരു തേങ്ങ ഉരിക്കുന്നത്, തേങ്ങ ഉരിക്കുന്നത്, അത് തേങ്ങ ചിരകുന്നത്, അതിൽ നിന്ന് പുട്ടുണ്ടാക്കുന്നത്, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നമ്മുടെ ഒരു കളരി ഗുരുക്കളുണ്ട്, ദിനേശൻ ഗുരുക്കളുടെ അവിടെ മകള് ഡോക്ടർ, ആയുർവേദ ഡോക്ടറാണ്. അവളവിടെ ഒരു ഇറ്റലിക്കാരൻ അവിടെ വന്നപ്പോൾ അവരൊരു മസാജിനുണ്ട് ഫാമിലി. 2-3 ദിവസത്തേക്ക് വിളിച്ചതിന് ശേഷം ഫീസ് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു പൈസ വാങ്ങിക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞു. ഹാരിസ്കൻ്റെ അവിടെ വന്ന ആളല്ലേ, അത് നിർബന്ധമായി വേണം പറഞ്ഞപ്പോൾ 2500 രൂപ ഒരു ഇത് കൊടുത്തു. 3 ദിവസം അത്രയൊക്കെ വാങ്ങിക്കുള്ളൂ അവർ, ഈ കളരിക്കാർ. ഇദ്ദേഹം അത് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 0 കൂടി ചേർത്ത് 25,000 രൂപ കൊടുത്തു. ഇതൊക്കെയാണ് നമ്മുടെ സാധ്യതകൾ. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അവരെ സംബന്ധിച്ചിട്ട് അവരുടെ കറൻസിയിലോട്ട് മാറ്റുമ്പോൾ ഈ 25,000 വലിയൊരു എമൗണ്ട് അല്ല അത്. ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തി നമ്മളെ കളരികളും ആയുർവേദങ്ങളും ഒക്കെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് നമ്മൾ റോഡുകളായി, പാലങ്ങളായി, എയർപോർട്ടുകളായി, എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുവായി. ഇനി നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ നല്ലൊരു പ്രൊഡക്റ്റാക്കി മാറ്റി ജനങ്ങളിൽ എത്തിക്കണം. ഇതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ അണ്ടറിൽ നോംടോ എന്ന് പറയും. ഞങ്ങളിത് ഈ ട്രാവൽ മാർട്ട് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സാധനം പ്രൊഡക്റ്റ് വിൽക്കണം. ഇത് പറയുന്നത് ടൂർ ഓപ്പറേറ്റർ പറഞ്ഞ ഒരു ഏജൻസികളാണ് ഓരോ പ്രദേശത്തെയും പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ട്രാവൽ മാർട്ട് ഇല്ലായിരുന്നു. കൊച്ചിയിലാണ് കേരള ട്രാവൽ മാർട്ട് പറഞ്ഞ് നടക്കാറുണ്ട്. പക്ഷേ അവർ ഈ ടൂറിസ്റ്റുകൾ എവിടെ അയക്കും? ഈ മൂന്നാറോ ആലപ്പിയും കോവളത്തെ അയക്കുള്ളൂ. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് ട്രാവൽ ബസാർ എന്ന് പറഞ്ഞ് നോർത്ത് മലബാർ NMTB എന്ന് പറഞ്ഞ 3 വർഷമായി നടക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ 1000ഓളം ടൂർ ഓപ്പറേറ്ററുടെ വേൾഡിൻ്റെ പല ഭാഗത്ത് പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ എയർപോർട്ട് അതിന് വേദി ഒരുക്കി തന്നു. ഏകദേശം 150-150ഓളം സ്റ്റാളുകൾ എയർപോർട്ടിൻ്റെ മുമ്പിൽ വെച്ചു. കാരണം എയർപോർട്ട് ഷോക്കേസ് ചെയ്യണം. ഇവർ ഞെട്ടി ഇവിടെ വന്നിട്ട് ഈ ടൂർ ഓപ്പറേറ്റർ, കണ്ണൂർ എയർപോർട്ട് ഉണ്ട് അല്ലേ, ഇത്രയും മനോഹരമായ എയർപോർട്ട്. കാര്യമായി ഫ്ലൈറ്റൊന്നും ഇല്ലാതുകൊണ്ട് എല്ലാവരും ട്രെയിനാണ് വരാറ് ഈ ടൂർ ഓപ്പറേറ്റേഴ്സൊക്കെ. അതുകൊണ്ട് എയർപോർട്ട് കാണിക്കാൻ വേണ്ടി എയർപോർട്ടിൻ്റെ അകത്ത് നമ്മളൊരു ട്രാവൽ ബസാർ നടത്തി സ്റ്റാളുകൾ ഉണ്ടാക്കി 1000ഓളം ടൂർ ഓപ്പറേറ്ററുകൾ ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നും കൊണ്ടുവന്ന് ഞങ്ങളിത് ഷോക്കേസ് ചെയ്ത് കൊടുത്തു. അവിടെ ഈ സാധ്യതകളാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ടൂറിസം നമ്മളിനി
മാർക്കറ്റ് ചെയ്യണം. ഇനി നമ്മൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം. നമ്മൾ മലബാറുകാർക്ക് ആദിത്യ മര്യാദ ഭയങ്കര കൂടുതലാണ്. ഭക്ഷണം കഴിച്ചു ചോദിക്കും, എല്ലാം ചോദിക്കും, പക്ഷെ പുഞ്ചിരിക്കാൻ അറിയില്ല. നമ്മൾ തെക്കോട്ട് പോകുന്നതോറും പുഞ്ചിരിക്കും, ആത്മാർത്ഥയുടെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ തൊഴു കൈകൊണ്ട് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ കൂടി നമ്മുടെ ആൾക്കാരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ടൂറിസം നമ്മൾക്കൊരു ബാലികേറാ മലയായിരിക്കില്ല. വളരെ നമുക്ക് ഈ വിഷയം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സാഹിത്യവും കലയും സംസ്കാരവും വ്യവസായവും ടൂറിസവും ഒന്നും പറഞ്ഞാൽ തീരൂല. അതുകൊണ്ട് സമയം എന്തായാലും സംഭവം നിർത്തിയല്ലേ പറ്റൂ. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് സദസ്സിന്, ഇതിപ്പോൾ ഞങ്ങളിവിടെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ, നമുക്ക് നിങ്ങളും സംസാരിക്കണം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ഇത് കേട്ടപ്പോൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ചോദിച്ചോളൂ. നമ്മൾ ഒരു ചോദ്യത്തിലേക്ക് വന്നാലേ എന്താണ് നമ്മൾ നിങ്ങളെ ഈ ചർച്ചയിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഇവരോട് ചോദിക്കാൻ പറ്റിയ ചോദ്യത്തിലേക്ക് വരാം. അതെ, ഈ കലാപം എങ്ങനെയാണ് തുടങ്ങിയത്, എങ്ങനെയാണ് നിർന്നത്? അത് പറയാം. ഞാൻ മറുപടി പറയാം. കലാപം തുടങ്ങിയത് എങ്ങനെയാന്നുള്ളത് മധു പറഞ്ഞല്ലോ. എല്ലാത്തിനും ഭയങ്കര ആത്മാർത്ഥതയാണ്. ഇപ്പം ആളെ കൊല്ലാൻ പറഞ്ഞാൽ അത് ഏറ്റവും ഭീകരമായിട്ടും കൊന്നുകളയും. ഇപ്പോൾ ആത്മാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ആത്മാർത്ഥതയാണ്. അത് സ്റ്റൈലായിട്ട് വേണമെങ്കിൽ ഒരു 10-45 കഷ്ണമൊക്കെ ആക്കി കളയും. അത് തുടങ്ങിയതിന് അങ്ങനെ ചരിത്ര പശ്ചാത്തലം കുറേ ഉണ്ട്, പറഞ്ഞാൽ തീരൂല. അതിൽ എന്താ പറയേണ്ടത്, നമ്മുടെ ഈ ചേകവരുടെ കഥയൊക്കെ പറഞ്ഞു വരണം. തീരാത്ത ഒരു കഥ. എല്ലാ ആത്മാർത്ഥത കൊണ്ടാണ്, പ്രസ്ഥാനത്തോടുള്ള കൂറുകൊണ്ടാണ്. നിങ്ങൾ തെക്കൻ ജില്ലയിൽ നിന്നും പോയി അങ്ങനെ ആരെയും കൊല്ലാനും നിൽക്കൂല. ഇവിടെ ഒരുത്തരെ കൊന്നാൽ പിറ്റേന്ന് ഒന്നും വഴിയെ പോകുന്നവനാണെങ്കിലും കൗണ്ടർ ചെയ്യണം എന്നുള്ള നിലക്ക് അപ്പാട് അടുത്തോടെ തട്ടിക്കളയും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് 7 ആളൊക്കെ തട്ടിപ്പോയത്. ഇതിൻ്റെ ഇടയിൽ കിടന്ന് വളർന്നുകൊണ്ട് എനിക്കറിയാം. ഇതെങ്ങനെ തീർന്നു എന്ന് ചോദിച്ചാൽ, ഈ 9 വർഷം മുമ്പ് ശ്രീ എം മുൻകൈ എടുത്തിട്ട്, എമ്മിനെ അറിയാലോ, പ്രത്യേകം പറഞ്ഞല്ലോ, ഈ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്ന ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു ഉഭയകക്ഷി ചർച്ച നടത്തി. അവരെല്ലാ മാസവും ഒരുമിച്ചിരിക്കാൻ തുടങ്ങി. പിന്നെ നിങ്ങൾ ആളെ കൊന്നാൽ നമ്മളിത് ഏറ്റെടുക്കില്ല എന്നവർ തീരുമാനിച്ചു. പിന്നെ നേതാക്കളെ പ്രതികളാക്കി. ആ ഒരു മുന്നേറ്റമാണ് കഴിഞ്ഞ 10 വർഷം മുമ്പ് ആ സംഘർഷം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നാട് കൊണ്ടുപോയത്.